ഹലോ, എൻ്റെ പേര് ജോഷുവ. ഞാൻ എൻ്റെ ഇതുവരെയുള്ള ജേണിയിൽ നല്ല സപ്പോർട്ടീവായിരുന്ന എൻ്റെ ഫാമിലിയാണ് ഇപ്പം ഇവിടെ ഇരിക്കുന്നത്. ഇത് എൻ്റെ അച്ഛൻ്റെ പേര് ജെയ്സൺ, ISROയിൽ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. പിന്നെ ഇത് എൻ്റെ അമ്മയുടെ പേര് സുമി. അമ്മയാണ് ഞാൻ 12th ഹോസ്റ്റലിൽ നിന്ന് വീടെടുത്ത് ഇവിടെ ഇറങ്ങിയപ്പം എൻ്റെ കൂടെ നിൽക്കാനായിട്ട് വന്നതാണ്, അമ്മയും അനിയത്തിയും. ഇത് അനിയത്തിയുടെ പേര് സാറ. ഇവളിപ്പം 12th പഠിക്കുക, ബ്രില്യൻറ്റിൽ. 2025 JEE അഡ്വാൻസ്ഡ് എക്സാമിന് ഓൾ ഇന്ത്യ തലത്തിൽ 804 റാങ്കും, അതുപോലെ തന്നെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് എക്സാമിന് ഓൾ ഇന്ത്യ തലത്തിൽ 10 റാങ്കും സ്വന്തമാക്കിയ ബ്രില്യൻറ്റിനും കേരളത്തിനും അഭിമാനമായി മാറിയ ജോഷുവ ജെയ്സൺ ആണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ജോഷുവയുടെ ഫാദർ, അദ്ദേഹം ISRO തിരുവനന്തപുരം യൂണിറ്റിലെ സീനിയർ സയൻറ്റിസ്റ്റ് ആണ്. രണ്ടുപേരും നമ്മോടൊപ്പം ഒരു ഇൻ്റർവ്യൂ സെക്ഷനിൽ ജോയിൻ ചെയ്യുകയാണ്. രണ്ടുപേർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യമേ ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു JEE അഡ്വാൻസ്ഡ് ഓൾ ഇന്ത്യ റാങ്ക് ഒരു 804 അനുസരിച്ച് സാധാരണഗതിയിൽ ഒരു ആവറേജ് ഒരു കാറ്റഗറി അല്ലെങ്കിൽ ആവറേജായി ചിന്തിക്കുന്ന ഒരു വിദ്യാർത്ഥി, മലയാളി വിദ്യാർത്ഥി സാധാരണഗതിയിൽ ചൂസ് ചെയ്യുന്നത് ഒരു പക്ഷേ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ബ്രാഞ്ചുകളാകാം, അതല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ IIT ബോംബെയോ മദ്രാസോ അല്ലാത്ത കുറച്ച് കുറഞ്ഞ കാറ്റഗറിയിലുള്ളൊരു IITയിലെ BTech കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കാം. പക്ഷേ ജോഷുവ തിരഞ്ഞെടുത്തിരിക്കുന്നത് IISc ബാംഗ്ലൂരിലെ മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തുടങ്ങിയിട്ട് വളരെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. 2022 ആരംഭിച്ചതേ ഉള്ളൂ. എന്താണ് ജോഷുവ അങ്ങനെ ഒരു കോഴ്സ്, ഒരു വെറൈറ്റി എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാണ് മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? അത് എനിക്കാണെങ്കിൽ പണ്ട് ഒരു 9th മുതലേ ഒക്കെ താല്പര്യം കുറച്ചും കൂടി റിസർച്ച് ചെയ്യാനാണ്, കാര്യങ്ങൾ ഈ നേച്ചറുടെ വർക്കിംഗ് ഒക്കെ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട്. അപ്പം ഫൈനലി എനിക്ക് ഒരു ജോബിലോട്ട് പോകണം എന്നൊരു വലിയ അത്ര ഒരു കടുംപിടുത്തം അങ്ങനത്തെ താല്പര്യങ്ങൾ കുറച്ച് കുറവാണ്. അപ്പം അത് കാരണം റിസർച്ച് ഓപ്ഷൻ ആകുമ്പോഴത്തേക്കും ഇനി ഫ്യൂച്ചറിലോട്ടുള്ള നമ്മുടെ ഒരു വിലയിരുത്തൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഫ്യൂച്ചർ റിസർച്ചിൽ ആണെങ്കിൽ മാത്സും കമ്പ്യൂട്ടിങ് നല്ല ഫൗണ്ടേഷൻ വെച്ചിട്ടാണ് ഈ നാച്ചുറൽ സയൻസസ് ആയ ഫിസിക്സ്, ബയോളജി അങ്ങനെയൊക്കെ റിസർച്ച് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എഫിഷ്യൻ്റ്ലി ചെയ്യാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നത്. അപ്പം അത് കാരണം IIScയിൽ മാത്സും കമ്പ്യൂട്ടിങ് നല്ല ഫൗണ്ടേഷൻ ലെവലിൽ പഠിപ്പിക്കുന്നുള്ള കാരണം ഞാൻ അതെടുത്തത്. എനിക്ക് ഇനി ഫ്യൂച്ചറിൽ കമ്പ്യൂട്ടേഷണൽ ബയോളജി റിസർച്ച് അല്ലെങ്കിൽ ഫിസിക്സിൽ റിസർച്ച് ചെയ്യാനാണ് താല്പര്യം. അപ്പം അത് കാരണമാണ് ഇതെടുത്തിരിക്കുന്നത്. സാർ, ഇപ്പോൾ ഒരു മലയാളി വിദ്യാർത്ഥികൾക്കിടയിൽ അല്ലെങ്കിൽ എല്ലാ വിദ്യാർത്ഥികൾക്കിടയിലും ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഇപ്പോൾ ഒരു ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്കും ഒരു പക്ഷേ 1,00,000-ലധികമാണ് റാങ്കിങ് പോലും കമ്പ്യൂട്ടർ സയൻസ് മതി. അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. ഒരു പക്ഷേ ട്രെൻഡിങ് എന്ന് വേണമെങ്കിൽ ഒരു തരത്തിൽ വിശേഷിപ്പിക്കപ്പെടാം. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ IITകളിലെ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കോറായിട്ടുള്ള ചില ബ്രാഞ്ചുകൾ ഒഴിവാക്കി എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കോഴ്സ് MNC എന്നൊരു ചോയ്സിലേക്ക് സാറ് മാറിയത്? ഞാനതിനെ 2-3 ആംഗിളിലാണ് വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത്. ഒന്നൊരു പേരൻറ്റിൻ്റെ ഒരു പെർസ്പെക്റ്റീവിനകത്ത് ഉറപ്പായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ സാറും ഈ ഒരു ഫീൽഡിൽ തന്നെയുള്ള ഒരാളാണ്. ഒരു പക്ഷേ MTech ഗ്രാജുവേറ്റ്സ് ആണ്, ISROയിലെ സീനിയർ സയൻറ്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം ഇതിൻ്റെ എല്ലാം ആപ്ലിക്കേഷൻ ലെവലിൽ വർക്ക് ചെയ്യുന്ന സാറിന് എന്താണ് ഒരു പേരൻറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ എന്താണ് ഈ ഒരു MNC ഇത്ര സ്പെഷ്യലായിട്ട് സാറിൻ്റെ ഒരു വിലയിരുത്തൽ? ആക്ച്വലി ഞാൻ ഈ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവിനെക്കാളുമേ ഞാൻ മനസ്സിലാക്കുന്ന നമ്മൾ കുട്ടികളുടെ ഇൻട്രസ്റ്റ് ഐഡൻറ്റിഫൈ എന്നുള്ളതാണ് ഫണ്ടമെൻ്റൽ. ഓക്കെ. ഈവൻ 9th ബ്രില്യൻറ്റിൻ്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ബേസിക്കലി അവന് ഈ സബ്ജക്ട്സിനോടുള്ള ഒരു താല്പര്യം ഇങ്ങനെ വന്നു തുടങ്ങിയത്. ഫോർ എക്സാമ്പിൾ ഫിസിക്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെന്നും മാത്തമാറ്റിക്സിൻ്റെ ഒരു ഭംഗിയും അങ്ങനെ ഫൗണ്ടേഷനിൽ പഠിക്കുമ്പോൾ കുറച്ച് ഡെപ്ത് പഠിക്കാൻ തുടങ്ങുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പം ഹി ഡിസൈഡഡ് ദാറ്റ് ഇതാണ് അവൻ്റെ ഫ്യൂച്ചർ എന്നുള്ളതിൽ, കരിയർ പാത്ത് എന്നുള്ള റൈറ്റ്. അപ്പോൾ നമുക്കാണെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ പാരൻസിന് അറിയാം, ഞങ്ങൾ ഈ ഓർഗനൈസേഷനിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടേ നമുക്കറിയാം ഈ റിസർച്ച് ഫണ്ടമെൻ്റൽ റിസർച്ചിൽ അവനാണെങ്കിൽ ഫണ്ടമെൻ്റൽ റിസർച്ച് മതി എന്നാണ്. ഈവൻ ISRO പോലത്തെ ജോലി പോലും അവന് താല്പര്യമില്ല, ആപ്ലിക്കേഷൻ റിസർച്ച് എന്നാണ് അവൻ പറയുന്നത്. കാരണം ഞാൻ എൻ്റെ ചോദിക്കും എങ്ങനത്തെ വർക്കാണ് നിങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ നമ്മളറിയാം ഓപ്റ്റിമൈസേഷൻ ആൽഗോരിതം ഉപയോഗിച്ച് ഞങ്ങൾ പ്രൊജക്റ്റ് ഓപ്റ്റിമൈസ് ചെയ്യും. അപ്പോൾ അവനതൊരു ആപ്ലിക്കേഷൻ പോലെ തോന്നുള്ളൂ. ഹി വോണ്ട്സ് ടു ഗോ ലിറ്റിൽ മോർ ഇൻ ഫണ്ടമെൻ്റൽ റിസർച്ചിൽ വർക്ക് ചെയ്യണമെന്നാണ് അവൻ്റെ ഇൻട്രസ്റ്റ്. അപ്പോൾ മെയിൻലി അവൻ്റെ ഒരു ഇൻട്രസ്റ്റും പിന്നെ ഒരു പാരൻസിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് ഒരു ഫോൾ ബാക്ക് ഓപ്ഷനും കൂടി ഞങ്ങൾ നോക്കിയപ്പോഴാണ് അന്ന് എനിക്കൊന്ന് 2021 ഈ കോഴ്സ് അനൗൺസ് ചെയ്യുന്ന IISc മാത്സ് ആൻഡ് കമ്പ്യൂട്ടിങ്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അതിൻ്റെ സിലബസും അവരുടെ കോഴ്സിൻ്റെ ഇൻറ്റൻഷൻസും നോക്കിയപ്പോൾ
we thought it fits him pretty well, right? കാരണം മാത്സിലെ ഫണ്ടമെന്റൽസ് ദേ ക്വൈറ്റ് സ്ട്രോങ് ഇൻ മാത്സ് ഫണ്ടമെന്റൽസ് പോകുന്നുണ്ട്, കമ്പ്യൂട്ടിംഗ് ഫണ്ടമെന്റൽസ്. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ റിസർച്ചിനും പെർസീവ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വഴിക്ക് വെച്ചിട്ട് ഇപ്പോൾ അവൻ തന്നെ ലേറ്റർ റിസർച്ച് അവന് പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കുവാണെങ്കിൽ, കാരണം 9th standard is too early an age as I told. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുവാണെങ്കിൽ അവന് ഒരു ഓൾട്ടർനേറ്റ് ലൈക്ക് ജോബ് മാർക്കറ്റിലേക്ക് വരാനും എല്ലാ ഫ്ലെക്സിബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സ് പോലെയാണ് നമ്മൾ ഈ കോഴ്സിനെ കണ്ടിരുന്നത്. അപ്പം അന്ന് തന്നെ നമ്മൾ MNCs ഫോർ ഹിം എന്നുള്ളത് ഡിസൈഡ് ആയി. സാർ ഇപ്പം ഈ ഒരു കോഴ്സ് അവിടെ നിൽക്കുന്നുണ്ട്, IAC MNC എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അവിടെ നിൽക്കുന്നു. ബാക്കി ഏതൊക്കെ കോഴ്സുകളാണ് സാർ ജോഷുവയ്ക്ക് വേണ്ടി ഒന്ന്? He was pretty confident that he will get a rank less than 1000 കാരണം അവൻ്റെ പ്രിപ്പറേഷൻ സ്റ്റൈൽസ് ഒക്കെ വെച്ചിട്ട്. But anyway, he was trying to push it less than 400, right? Because കാരണം 400 ഭയങ്കര സേഫ് ആണ്. MNC is his first option എന്നുള്ളതിൽ. ബട്ട് പിന്നെ ജെ അഡ്വാൻസ് നാച്ചുറലി എക്സാംസിൻ്റെ വന്നപ്പം വി എൻഡ് അപ്പ് ഇൻ 804, റൈറ്റ്? അപ്പോൾ 804 വന്നപ്പോൾ ഞങ്ങൾക്ക് IAC വാസ് ബിറ്റ് ഡൗട്ട്ഫുൾ. കാരണം പ്രീവിയസ് ഇയർ 700 ആയിരുന്നു കട്ട് ഓഫ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ ഫോൾ ബാക്ക് ഓപ്ഷൻസ് വി വർ ലുക്കിംഗ് ഫോർ, ലൈക്ക്. അപ്പം അപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്തത് മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് കോഴ്സസ് ഇൻ അതർ IITs. അപ്പോൾ നമുക്ക് കൂടുതലും റിസർച്ച് ഓറിയൻറ്റഡ് MNC മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് കണ്ടത് IIT കാൺപൂരിൽ BS ഇൻ മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്, ലൈക്ക് ദാറ്റ് ദേ ഗിവ് BS കോഴ്സസിന് അതിൻ്റെ റിസർച്ച് ഇൻറ്റൻസിറ്റി. പിന്നെ IIT കാൺപൂർ, ഐ അണ്ടർസ്റ്റാൻഡ്, ഐ മേ ബി റോങ്, understand among the IITs, IIT Kanpur is more of research oriented. That's what general feeling, and that's a general concept. I may be wrong, right? അപ്പോൾ അങ്ങനെ ഈ പ്രോഗ്രാം BS റിസർച്ച് പ്രോഗ്രാം ഇൻ IIT കാൺപൂർ, BS in maths and computing. Okay. That program was a fallback option. അപ്പോൾ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു, കാരണം ആ സമയത്ത് 2024 അറൌണ്ട് 900 റാങ്കിലൊക്കെ ഇത് ക്ലോസ് ആയിട്ടുള്ളൂ. സോ വെൻ ജോഷു എൻഡഡ് അപ്പ് വിത്ത് 804, we were doubtful of IAC. അപ്പോൾ പിന്നെ പക്ഷേ we were sure that we'll get into Kanpur because 900 ആയിരുന്നു അന്നത്തെ കട്ട്. അപ്പോൾ എന്താണെങ്കിലും ഒരു പക്ഷെ IAC ആകാം അല്ലെങ്കിൽ ഒരു IIT ആകാം, മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് അങ്ങ് തീരുമാനിച്ചു. ഇതാണ് ഏകദേശം ഒരു പ്രയോറിറ്റി, പ്രയോറിറ്റി തന്നെയാണ്. അതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഈ ജോഷുവിന് വേണ്ടിയിട്ട് ടൈലർ ചെയ്ത് അവന്റെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ടൈലർഡ് ആണെന്നാണ് അതിന്റെ മെയിൻ റീസൺ. കാരണം ഞങ്ങൾ വേറൊന്നും നോക്കിയിട്ടില്ല, മോന്റെ താല്പര്യം, പിന്നെ അവൻ ദ വേ ഇൻ വിച്ച് ഈ approach the subjects, like he goes into detail, he goes into fundamentals, goes into depth. But research orientation, and he was interested in that, and he's also had the talent for that, right? ജെ അഡ്വാൻസ് ചെയ്യുന്ന വിദ്യാർത്ഥികളെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം ക്യാമ്പസ് ലൈഫ് എന്ന് പറയുമ്പം ഒരാംഗിളിൽ IIT ആണ്. എന്നാൽ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് റിസർച്ച് ഓറിയന്റഡ് ആയിട്ടൊക്കെ ചിന്തിക്കുന്നവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്യാമ്പസുകളിലൊന്നും IAC ബാംഗ്ലൂർ തന്നെയാണ്. എന്താണ് IAC ബാംഗ്ലൂരിന്റെ ഒരു ക്യാമ്പസ് ലൈഫ്? ഒരു അക്കാഡമിക്കലിയും അതുപോലെ തന്നെ ഒരു നോൺ അക്കാഡമിക്കലിയും നോക്കുവാണെങ്കിൽ എങ്ങനെയാണ് ഒരു ജോഷുവ IAC ക്യാമ്പസ് ലൈഫിനെ വിലയിരുത്തുന്നത്? നമ്മുടെ ബാച്ചിലാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 50 സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ. അപ്പം അതില് ഈ ജനറൽ കാറ്റഗറിയിൽ അറൌണ്ട് 25 ഒക്കെയാണ് വരുന്നത്. സ്റ്റാർട്ടിങ് റാങ്ക് ഒരു AR 16 മുതൽ AR 800 900 റേഞ്ച് വരെയുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല സ്പാർസ് ആയിട്ട്. അപ്പം ബേസിക്കലി ഈ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോഴേ മനസ്സിലാവും എല്ലാവർക്കും കൂടുതലും ഇങ്ങനെ നെക്സ്റ്റ് ഇനി ജോബിലോട്ട് പോകണം എന്നുള്ള അതിനേക്കാളും എല്ലാവർക്കും താല്പര്യം പിന്നീട് എന്തെങ്കിലും അവർക്കൊരു റിസർച്ച് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു എയിം ഉണ്ടായിരിക്കും. മോസ്റ്റ് ഓഫ് ദ ഫ്രണ്ട്സിന് അങ്ങനെ. അപ്പം ആ ഒരു എയിം വെച്ചിട്ടാണ് IASൽ വരുന്നത്. ഇപ്പം ബോംബെയിൽ CS കിട്ടുന്ന ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് അവരും. പക്ഷെ ഇങ്ങോട്ടേക്ക് വന്നത് അവർക്ക് ആ ഒരു പർട്ടിക്കുലർ ഒരു എയിമുള്ള ഒക്കെ കാരണം ആണ്. പിന്നെ അങ്ങനെ പോകുമ്പം പിന്നെ ക്യാമ്പസിൽ എന്താ ഇപ്പം അക്കാഡമിക്സ് ആണെങ്കിൽ ഫസ്റ്റ് 2 ഇയേഴ്സിൽ നമുക്ക് മാത്സും കമ്പ്യൂട്ടിങ്ങിൻ്റെയും ഫൗണ്ടേഷണൽ കോഴ്സസ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു നാച്ചുറൽ സയൻസ് ചൂസ് ചെയ്യാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, എർത്ത് സയൻസ്, മെറ്റീരിയൽസ്. ഇതിലെ ഒരെണ്ണം വേണമെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്തും പഠിക്കാം. പക്ഷേ ഐഡിയലി യൂഷ്വലി എല്ലാവരും ഒരു നാച്ചുറൽ സയൻസ് എടുത്തിട്ട് അതിനെ കുറച്ചും കൂടി നല്ല ഡെപ്തിൽ സ്റ്റഡി ചെയ്യും. ഇപ്പം ഞാനാണെങ്കിൽ ഫസ്റ്റ് 3 സെമിസ്റ്റേഴ്സിൽ ഫിസിക്സ് എടുക്കാൻ, ഫസ്റ്റ് 2 സെമിസ്റ്റർ ഫിസിക്സ് എടുത്തു, നെക്സ്റ്റ് ഇനി ഫിസിക്സ് എടുക്കാനാണ് താല്പര്യം. അപ്പം അങ്ങനെ സ്റ്റഡി ചെയ്യാം. പിന്നെ അങ്ങനെ അപ്പം ഫസ്റ്റ് 2 ഇയേഴ്സിൽ മാത്സിൻ്റെയും കമ്പ്യൂട്ടിങ്ങിൻ്റെയും ഫൗണ്ടേഷൻസ് ഒക്കെ ആവും. പിന്നെ അത് കഴിഞ്ഞിട്ട് 3rd and 4th ഇയേഴ്സിലാണെങ്കിൽ കോഴ്സസ് ഒന്നും ഇതല്ല, കമ്പൽസറി ആയിട്ട് കോഴ്സസ് ഒന്നും ഇല്ല. 3rd and 4th 3rd and 4th ഒരു കോഴ്സും കമ്പൽസറി അല്ല. അപ്പം ടെക്നിക്കലി നമുക്ക് തന്നെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നമ്മുടെ ഇനി ഫ്യൂച്ചർ ഏത് ഗോളാണ് അതിന് വേണ്ടിയുള്ള കോഴ്സസ് ഒക്കെ എടുത്തെടുത്ത് ഉണ്ടാക്കിയെടുക്കാം. എന്നുവെച്ചാൽ കമ്പൽസറി ആയിട്ട് വന്ന സോഫ്റ്റ് കോർ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അതിൽ മാത്സിൻ്റെയും കമ്പ്യൂട്ടിങ്ങിൻ്റെയും കുറേ കോഴ്സസ് ഉണ്ട്. അതിൽ നിന്ന് ഇത്ര എണ്ണം എടുക്കണം എന്നുണ്ട്. പക്ഷെ
അത് കൂടാണ്ട് വേറെ എലക്റ്റീവ് കോഴ്സസ് ഉണ്ട്. അപ്പം നമുക്ക് ഇതിൽ നിന്നുള്ളത് നമ്മുടെ ഏത് കമ്പ്യൂട്ടേഷൻ ഫീൽഡിലോട്ടാണ് പോകുന്നത് അതിന് വേണ്ട മാക്സും കമ്പ്യൂട്ടിങ് ചൂസ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫ്ലെക്സിബിലിറ്റി സ്റ്റുഡൻസിനുണ്ട്. സ്റ്റുഡൻസ് എന്താണോ ആഗ്രഹിക്കുന്നത് അതിനുള്ള എല്ലാവിധ സപ്പോർട്ടും IAC തരും. അത് കോഴ്സ് ആയിക്കോട്ടെ, അല്ലെ അക്കാഡമിക് ഫ്രീഡം ആയിക്കോട്ടെ, ഒന്നിനെ കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ അതിനൊരു ഈ കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ നമുക്ക് പർട്ടിക്കുലർ സ്ട്രീമിലേക്ക് പോകണമെങ്കിൽ ഇപ്പം എന്താ ക്വാണ്ടിലാണെങ്കിൽ അതിൻ്റെ കോഴ്സസ് എടുത്തു പോവാം, അല്ലെങ്കിൽ വേറെ ഫിസിക്സ് റിസർച്ചിലാണെങ്കിൽ അതിൻ്റെ കമ്പ്യൂട്ടേഷണൽ ഫിസിക്സിൻ്റെ റിസർച്ച് ആണ് അതിൻ്റെ കോഴ്സ് എടുത്തു പോവാം. അങ്ങനെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഡേറ്റ അനലിറ്റിക്സ് ആണ് അതിൻ്റെ എടുത്തു പോവാം. അങ്ങനെ അപ്പൊ ഞാനൊന്ന് തിരിച്ചൊരു ചോദ്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കും. ഈ ഒരു റാങ്ക് ഇപ്പൊ ഏകദേശം ഓൾ ഇന്ത്യ റാങ്ക് ഒരു 16 മുതൽ ഒരു 850 അല്ലെങ്കിൽ 900 വരെയുള്ള റാങ്കിലുള്ളവരാണ്, അല്ലെങ്കിൽ ഒരു 1000 റേഞ്ചിലുള്ള സ്റ്റുഡൻസ് ആണ് ക്ലാസ്സിലുള്ളതെന്ന് കരുതുക. ഞാൻ ഇവരുടെ ഒരു ആവറേജ് കാറ്റഗറിയുടെ ഒരു മെന്റാലിറ്റി വെച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുവാണ്. അതായത് എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം, പക്ഷേ IIT ബോംബെ കിട്ടത്തില്ല, IIT മദ്രാസ് കിട്ടത്തില്ല, പക്ഷേ കുറഞ്ഞ IIT-യിലേക്ക് പോകാൻ ഞാൻ അത്ര മാനസികമായി വില്ലിങ് അല്ല. അങ്ങനെ അതായത് എന്റെ ആഗ്രഹം റിസർച്ച് അല്ല, കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ളത് മാത്രമാണ്. പക്ഷെ എനിക്ക് ആവശ്യമുള്ള ടോപ്പ് 2-ൽ കിട്ടത്തില്ല. ഞാൻ അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിയിലുള്ള ഒരു സ്റ്റുഡന്റ് ഈ മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് തിരഞ്ഞെടുക്കുന്നത് എത്ര മികച്ചതാണ്? അതിലെന്തെങ്കിലും റിസ്ക് എലമെന്റ്സ് ഉണ്ടോ? അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ തിരഞ്ഞെടുക്കുന്നതിൽ കുറച്ച് റിസ്ക് എലമെന്റ്സ് ഉണ്ട്. കാരണം നോർമൽ കമ്പ്യൂട്ടർ സയൻസ് കോഴ്സിനെക്കാളും കൂടുതൽ മാത്സ് പഠിക്കാനായിട്ട് വരുന്നുണ്ട് ഈ കോഴ്സിൽ. അപ്പം കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച് ഒരു ജോബ് കിട്ടാനായിട്ടാണെങ്കിൽ ഇത്രത്തോളം മാത്സ് പഠിക്കേണ്ട അത്ര റിക്വയർമെന്റ് ഇല്ല, ഇത്ര സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ പഠിപ്പിക്കുന്ന മാത്സിന് കുറച്ചൊരു വ്യത്യാസമുണ്ട്. ഈ നമ്മൾ ഇതുവരെ ജെയിൽ പഠിക്കുന്നത് ഒക്കെ ആണെങ്കിൽ കുറേ തിയറംസും അതുമൊക്കെ ഓൾറെഡി ഗിവണാ, അത് യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ് ഇതുവരെ ട്രെയിൻഡ് ആയി വരുന്നത്. പക്ഷേ IAC-യിൽ വരുമ്പം നമ്മുടെ മാത്സിൻ്റെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ടുള്ളൂ, പക്ഷേ അപ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പിയാനോസ് ആക്സിയംസ് എന്ന് പറഞ്ഞ് 5 ആക്സിയംസിൽ നിന്ന് ഫുൾ മാത്തമാറ്റിക്സ് ജെയിൽ പഠിച്ച ഫുൾ മാത്തമാറ്റിക്സ് നമ്മൾ ആ 5 ആക്സിയത്തിൻ്റെ ബേസിസിൽ എല്ലാ തിയറംസും എല്ലാം ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് പിന്നെ ഇപ്പം നമ്മൾ വെക്ടർ സ്പേസ്, മെട്രിക് സ്പേസ് അതൊക്കെ പഠിക്കും. അപ്പം ടെക്നിക്കൽ എന്താണെന്ന് വെച്ചാൽ ആക്സിമാറ്റിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തിയറംസ് എങ്ങനെ വന്നു എന്നുള്ളതാണ് കൂടുതലും പഠിക്കുന്നത് IAC-യിൽ നമ്മൾ ജെയിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അപ്പം ആ ടൈപ്പ് മാത്സ് കുറേ പേർക്ക് ചിലപ്പോൾ കുറച്ച് IAC-യിൽ വന്ന കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്, അവർക്ക് ആ ടൈപ്പ് മാത്സ് അത്ര ഇഷ്ടപ്പെടാത്തത്. അപ്പം അങ്ങനത്തെ ഒരു കുറച്ച് ഇതുണ്ട്. ജോഷുവ, നമ്മൾ IAC ബാംഗ്ലൂരിന്റെ ക്യാമ്പസ് ലൈഫിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമായിരുന്നു. അതിനിടയ്ക്ക് റിസർച്ചിനെ കുറിച്ച് നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് റുട്ടുമാറി പോയെന്നേ ഉള്ളൂ. തിരിച്ച് ജോഷുവയിലേക്ക് തന്നെ വരികയാണ്. ഒരു IAC ഇപ്പം ജോസായുടെ അലോട്ട്മെന്റ് പ്രൊസീജിയർ ഒക്കെ തുടങ്ങുന്ന ഒരു സമയമാണ്. ഒരു IAC ബാംഗ്ലൂർ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികളോട്, അതായത് ജോഷുവയുടെ ജൂനിയേഴ്സിനോട് ഒരു സീനിയർ എന്ന രീതിയിൽ എങ്ങനെയാണ് ഒരു IAC ബാംഗ്ലൂരിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒരു IIT ആയിട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ? IAC-ൽ ആണെങ്കിൽ IITs-നെ കമ്പയർ ചെയ്യുമ്പം പിള്ളേരുടെ എണ്ണം കുറവാണ്. ടോട്ടൽ ഒരു ബാച്ചിലെ ടോട്ടൽ സ്ട്രെങ്ത് BS കോഴ്സ് BS എന്ന് പറഞ്ഞതിൽ 120-യും പിന്നെ BTech-ൽ അറൌണ്ട് 50-യും 170 ആണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ഇനിയിപ്പം നെക്സ്റ്റ് 3 BTech കോഴ്സും കൂടി വരുന്ന കാരണം എക്സ്ട്രാ 150 സ്റ്റുഡൻസും കൂടി വരും. അപ്പം അതിൻ്റെതായ ഈ ക്ലബ്ബുകളുടെ എണ്ണമൊക്കെ കുറച്ച് കുറവാണ് IITs കമ്പയർ ചെയ്യുമ്പോൾ. മേജർ പ്രൊജക്ട്സ് ഒന്നുമില്ല ഈ IIT-യിൽ, ഹൈപ്പർ ലൂപ്പ് പോലത്തെ അങ്ങനത്തെ വലിയ പ്രൊജക്ട്സ് ഇല്ല. പക്ഷെ അത് കാരണം ഇനിയിപ്പോൾ നമ്മളൊക്കെയാണ് ഇനി അത് ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. ഒരു കൂടുതൽ പുതിയ സാധനങ്ങൾ തുടങ്ങാനായിട്ട് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നത്. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത് കുറച്ച് കുറവായത് കാരണം. അപ്പം ആ ഒരു ആസ്പെക്റ്റിൽ നോക്കിയാൽ അങ്ങനെ നോക്കിയാൽ അത് നല്ലതാണ്. പിന്നെ അവിടെ എക്സ്ട്രാ കരിക്കുലേഴ്സ് ഫെസ്റ്റുകൾ 1-2 ഫെസ്റ്റ്സ് ഒക്കെ ഉണ്ട്. പ്രവേഗ എന്ന് പറഞ്ഞാണ് നമ്മുടെ UGയുടെ മെയിൻ ഫെസ്റ്റ്. അപ്പം അതിലും പല സ്പോൺസർഷിപ്പ്, പബ്ലിസിറ്റി അങ്ങനത്തെ വിങ്സ് ഉണ്ട്. അതിൽ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് അങ്ങനത്തെ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ സ്പോർട്സും അത്യാവശ്യം നല്ല പ്രൊമോട്ടഡാണ്. 2 സ്പോർട്സ് മീറ്റ്സ് ഉണ്ട്. പിന്നെ ഇന്റർ ഐസർ സ്പോർട്സ് മീറ്റ് ഉണ്ട്. അപ്പോൾ ഐസറുകളും IAC-യും ഒക്കെ ഉള്ള ഒരു സ്പോർട്സ് മീറ്റ്. അപ്പം സ്പോർട്സിനും നല്ല നമുക്ക് ഇഷ്ടമുള്ള സ്പോർട്സ് ഒക്കെ എക്സ്പ്ലോർ ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനവിടെ ഖോഖോയും ഫ്രിസ്ബിയാണ് കളിക്കുന്നത്. പിന്നെ അപ്പം നല്ല ക്രിക്കറ്റ് ഗ്രൗണ്ട്, റണ്ണിങ് ട്രാക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. ജനറൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ജിമ്മും ഒക്കെ ഉണ്ട്. അപ്പം
ബേസിക്കലി ഓവറോൾ ആണെങ്കിൽ ഇഷ്ടപ്പെട്ടു, ശരിക്കും എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ട്. എൻജോയ് ചെയ്ത് പഠിക്കാനൊക്കെ പറ്റും. ഇപ്പം ഏറ്റവും കൂടുതൽ, അതായത് എന്താ പറയാ, നമ്മളൊരു കോഴ്സ് എടുക്കുമ്പം ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്തൊക്കെയാണ് ആ ഒരു കോഴ്സ് എടുത്ത് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ എന്നുള്ളതാണ്. ഈ മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ ഫീൽഡിലാണ് ഇനി ഹയർ സ്റ്റഡീസിന് സാധ്യതയുള്ളത്? അതായത് നിങ്ങളുടെ സീനിയേഴ്സ് ഇപ്പോൾ പാസ് ഔട്ട് ആകുന്നതേ ഉള്ളായിരുന്നു 2026 അവരോട്ടൊക്കെ നല്ല പരിചയം കാണും. എന്താണ് സീനിയേഴ്സിന്റെ പ്ലാന്? അവരെവിടെയൊക്കെയാണ് അവരെ സ്വയം പ്ലേസ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത്? ഓക്കെ, കുറച്ച് ഒരു അറൗണ്ട് 15 to 20 സീനിയേഴ്സിന്റെ ഡേറ്റ ആണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം അതില് ഒരു ഓൾമോസ്റ്റ് തന്നെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷനാ, ഈക്വൽ നമ്പർ ഓഫ് കുറച്ച് ആൾക്കാർ ഇവിടത്തെ നമ്മുടെ ബിടെക് MNC കോഴ്സിനെ ഒരു എക്സ്ട്രാ ഇയറും കൂടി പഠിച്ചാൽ ഇത് MTech ആയി കൺവേർട്ട് ചെയ്യാം. അപ്പം 5-6 സീനിയേഴ്സ് അത് MTech ആക്കി തന്നെ കൺവേർട്ട് ചെയ്യുന്നത്, MTech MNC ആയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ MSc 2-3 സീനിയേഴ്സ് പുറത്തെ യൂണിവേഴ്സിറ്റിയിൽ MSc ചെയ്യുന്നുണ്ട്, NUS സിംഗപ്പൂരിലെ നാഷണൽ യൂണിവേഴ്സിറ്റി സിംഗപ്പൂർ, പിന്നെ അങ്ങനത്തെ കുറച്ച് യൂണിവേഴ്സിറ്റീസിൽ. പിന്നെ ബാക്കി ഒരു 5-6 സീനിയേഴ്സ് ആണെങ്കിൽ PhD ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ ഈ ETH സൂറിച്ച്, എന്താ പറയുക, ഈ CMU കാർനെഗി മെലൺ യൂണിവേഴ്സിറ്റി, പെർഡ്യൂ, അങ്ങനെ കുറച്ച് യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടർ സയൻസിന്റെ ഫീൽഡ്സിലൊക്കെ ആയിട്ട്. പിന്നെ കുറച്ച് പേര് ജോബ്സിലും പോകുന്നുണ്ട്. എവിടെയാണ് ഒരു പ്ലേസ്ഡ് ആയിരിക്കുന്നത്? കമ്പ്യൂട്ടർ സയൻസിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണോ അതോ റിസർച്ച് R&D ഫീമിലാണോ ഇവർ കൂടുതൽ പ്ലേസ്ഡ് ആവുന്നത്? അതെനിക്ക് കൃത്യം അറിയത്തില്ല, എവിടെ പ്ലേസ്ഡ് ആയെന്ന് കൃത്യം അറിയില്ല. പിന്നെ കുറെ സീനിയേഴ്സിന്റെ ഡേറ്റ ഇപ്പോഴും നമ്മുടെ കയ്യിൽ ജൂനിയേഴ്സിന് അറിയത്തില്ല. കുറെ പേരുടെ ഇത്തരം ഒരു 15-20 സീനിയേഴ്സിന്റെ കാര്യമാണ് അറിയുന്നത്. അതായത് എല്ലാ കാറ്റഗറിയും ഉണ്ട്. ഹയർ സ്റ്റഡീസ് സ്വന്തം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ MTechലേക്ക് മാറുന്നവരുണ്ട്, പ്ലേസ്മെന്റ് ആയവരുണ്ട്. എന്തുകൊണ്ടും ഒരു സക്സസ്ഫുൾ സീനിയേഴ്സ് എന്ന രീതിയിൽ നമുക്ക് അവരെ വിലയിരുത്താം. 9ാം ക്ലാസ് മുതൽ ജോഷുവ ബ്രില്യന്റിന്റെ വിദ്യാർത്ഥിയാണ് ഫൗണ്ടേഷൻ ബാച്ചിലൂടെ. 9-10 ക്ലാസ്സുകളിൽ ഫൗണ്ടേഷൻ, തുടർന്ന് +1 +2 KE മാന്നാനം സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു. ഇങ്ങനെ ഒന്ന് വിലയിരുത്തുമ്പോൾ ഇപ്പം IISc ബാംഗ്ലൂരിലെ മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് വിദ്യാർത്ഥി എന്ന രീതിയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഒരു ബ്രില്യൻ ഫാമിലിയുടെ ഭാഗമായി നിന്ന് ഇപ്പം അനിയത്തിയും ഇപ്പം റെസിഡൻഷ്യൽ ബാച്ചിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. എങ്ങനെയാണ് ഒരു ബ്രില്യൻ ഫാമിലിയുമായിട്ടുള്ളൊരു ബന്ധം വിലയിരുത്തപ്പെടുന്നത്? ഞാൻ 9th കോവിഡ് സമയമായിരുന്നല്ലോ. അപ്പം ഞാൻ വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് വെറുതെ, ആ സമയം അപ്പോഴും മാത്സും സയൻസും ഒക്കെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു, പക്ഷേ അത്ര ഭയങ്കര പാഷനേറ്റ് ഒന്നും അല്ലായിരുന്നു. അപ്പം ജസ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ഹോബി പോലെ ആ ഒരു സ്റ്റൈൽ. അപ്പോഴാണ് ബ്രില്യന്റിന്റെ ഈ ഓൺലൈൻ കോഴ്സ് അറിയുന്നത്. അപ്പം അതിൽ ഞാൻ ജോയിൻ ചെയ്തപ്പം അതിലെ കാര്യങ്ങൾ, അപ്പം ശരിക്കും സ്റ്റാർട്ടിങ് മോട്ടിവേഷൻ വെച്ചാൽ ഈ ക്യാഷ് പ്രൈസ് അതൊക്കെയായിരുന്നു. അപ്പം ഇതിൻ്റെയൊക്കെ ഈ ആ മോട്ടിവേഷനിൽ വേണ്ടി പഠിച്ചു. പക്ഷെ പഠിച്ചു വന്നപ്പം ഇത് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പം ബേസിക്കലി ആ ബ്രില്യന്റിന്റെ ആ കോഴ്സിൽ ജോയിൻ ചെയ്ത കാരണമാണ് അവസാനം എനിക്ക് ഡിസൈഡ് വെച്ചാൽ എനിക്ക് തന്നെ ക്ലാരിറ്റി വന്നത് റിസർച്ചിലോട്ടാണ് പിന്നെ പോകേണ്ടത്. അപ്പം അങ്ങനെ 9th മുതൽ 9th 10th 11th 12th അങ്ങനെ പഠിച്ച് ഒറ്റ ഫ്ലോയിൽ അങ്ങനെ പോയപ്പം ആ 9th ആ ഒരു ബ്രില്യന്റ് ചേർന്നത് മുതലാണ് പിന്നെ എനിക്ക് ആ റിസർച്ചിലോട്ടുള്ള ആ ഒരു ഫുൾ ഫോക്കസ് വന്നത്. അപ്പം അതിന് വളരെ നന്ദിയുണ്ട്. എന്തൊക്കെയാണ് ജോഷിയുടെ ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുമ്പം ഇനി ഒന്നെങ്കിൽ എനിക്ക് ഫിസിക്സിൽ റിസർച്ച് ചെയ്യാനാണ് താല്പര്യം, അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ ബയോളജി അതിൽ റിസർച്ച് ചെയ്യാനാണ്. ഈ ഒരു മാസം എന്ന് പറയുന്നത് ജോസ അലോട്ട്മെന്റിന്റെ ഒരു പ്രൊസീജിയറും ഓപ്ഷൻ രജിസ്ട്രേഷനും കൺഫ്യൂഷനും ഒക്കെ നടന്നിരിക്കുന്ന ഒരു മാസമാണ്. ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? IIT വേണോ, NIT വേണോ, ഏത് ബ്രാഞ്ചുകൾ വേണം, എന്തൊക്കെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് സംശയിക്കുന്ന വിദ്യാർത്ഥികൾക്കും പേരൻസിനും ഒരു കൃത്യമായ ഒരു ഉത്തരം, പ്രത്യേകിച്ചും മാത്സ് ആൻഡ് കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ ഒരു പേരന്റ് എങ്ങനെയാണ് ഒരു മകനെ ഡിസിഷൻ മേക്കിങ്ങിൽ എങ്ങനെ സഹായിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ ഒരു ഐഡിയ ഈ ഒരു സെക്ഷനിലൂടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ജോഷുവ അതുപോലെ തന്നെ ജെയ്സൺ സാർ, വളരെയധികം സന്തോഷം ഈ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തതിന്. ഈ ഒരു ഇൻപുട്ടുകൾ ഇനി വരുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ യൂസ്ഫുൾ ആകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.